ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ആർട്ടായാലോ? നോർമലി നമ്മൾ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതിൽ ഡിഫറെൻ്റായിട്ട് ഒരു വെറൈറ്റി പിടിച്ചിട്ട് നമ്മൾ ഇന്നൊരു ആർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മെഹന്തി ഡിസൈൻസ് ഇൻസ്പയർഡായിട്ട് മെഹന്തി ഇടുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ഇൻസ്പയർഡായിട്ട് നമ്മൾ ഇന്നൊരു മണ്ടാല ആർട്ടാണ് ചെയ്യുന്നത്. ബുദ്ധയാണ് തീം കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ മണ്ടാല ആർട്ട് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറയാണ് കേട്ടോ. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഒക്കെ പുരാതനമായിട്ടുള്ള സംസ്കൃത ഭാഷയിൽ മണ്ടാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തം, പോയിൻ്റ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. പരമ്പരാഗതമായിട്ട് എന്താണ് പറയുക, വിവിധ സ്വർഗീയ ലോകങ്ങളിലെ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ദേവതകളെയൊക്കെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊരു ജോമെട്രിക്കൽ രൂപകൽപ്പനയാണെന്ന് പറയാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണെന്നൊക്കെ നമുക്ക് പറയാം. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കൊടുക്കുന്നത് കേട്ടോ. മണ്ടാല ആർട്ട് റിയൽ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തത, പൂർണ്ണത, അല്ലെങ്കിൽ ഐക്യം, അതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണെന്നാണ് പറയുക. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് എൻ്റെ റൂമിൽ തന്നെയാണ്. എൻ്റെ റൂമിൽ വോളിൽ നമ്മൾ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മാർക്കറും നോർമൽ ബ്ലാക്ക് ഇങ്കുള്ള പെന്നില്ലേ, ആ പെന്നും അതുപോലെ ഫാബ്രിക് പെയിൻറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് വരച്ചെടുക്കാൻ എനിക്ക് കുറച്ച് ദിവസം വേണ്ടി വന്നിട്ടോ. അതായത് ഇത് പെട്ടെന്ന് വേണമെങ്കിൽ ഒറ്റയിരുപ്പിന് വരച്ചെടുക്കുന്നവരുണ്ടാവാം. പക്ഷേ ഞാനിത് കുറച്ച് സമയമെടുത്ത് കുറച്ച് ദിവസം ഇരുന്നിട്ടാണ് വരച്ച് തീർത്തുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യം ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മാർക്കർ വെച്ച് കളർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിലെനിക്കൊരു പെർഫെക്ഷൻ തോന്നിയിരുന്നില്ല. ഒരു സൈഡിൽ നോക്കുമ്പോൾ വേറെ ഷെയ്ഡ്, വേറെ സൈഡിൽ നോക്കുന്ന ഷെയ്ഡ് മാറിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തു. പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ മോൾ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ബ്ലാക്ക് കളറിൽ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് അവളായിരുന്നു കേട്ടോ. ഞാൻ മെഹന്തി ഡിസൈൻ ഇടുന്നത് പോലെ തന്നെയാണ് ഇതിലും ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ഞാൻ ഇതിന് മുന്നേ മണ്ടാല ആർട്ട് ചെയ്ത സമയത്തൊക്കെ എല്ലാത്തിനും ഒരേ അളവ് കൊടുത്തിട്ട് അങ്ങനെയാണ്, അതായത് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ടെങ്കിൽ അതേ ഷേപ്പിൽ തന്നെയാണ് കീപ്പ് ചെയ്തിട്ട് പോയിരുന്നത് ആ റൗണ്ടൊക്കെ. പക്ഷേ ഇപ്രാവശ്യം വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൈകൊണ്ട് എനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാളിൽ തന്നെയാണ് ഞാൻ അന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ചരടെടുത്ത് അളന്ന് ഓരോന്ന് മാറ്റി ഒന്ന് ചെറുത് അളവിലാണെന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ അത് വരച്ച്, പിന്നെ വരയ്ക്കുന്നത് വലിയ അളവിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ മെഹന്തി ഇടുന്ന പോലെ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിടുവാണ്. നിങ്ങളും ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം കേട്ടോ.
Take my time to keep on dancing, to walk that line, yeah. Got me shifting the paradigm. Yes. So